ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ കുഞ്ഞു മക്കളെ, നമ്മൾക്ക് നമ്മുടെ വേദപാഠ ക്ലാസ് ആരംഭിച്ചാലോ? വേദപാഠ പുസ്തകവും നോട്ട്ബുക്കും പെൻസിലുമെല്ലാം വേഗം എടുത്തോണ്ട് വന്നോ? വേഗം ഇരുന്നേ. നമുക്ക് നമ്മുടെ വേദപാഠ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിക്കും. നമുക്ക് തുടങ്ങാം. നല്ല ദൈവമേ, അങ്ങയുടെ മക്കളിതാ അങ്ങേ തിരുമുൻപിൽ വിനയത്തോടെ വന്നു നിൽക്കുന്നു. അങ്ങയെ കൂടുതൽ അറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ടീച്ചർ പറഞ്ഞ വചനം മറന്നുപോയോ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നാം വളരെ സന്തോഷത്തിലായിരിക്കണം. ഏത് പ്രവൃത്തികൾ ചെയ്താലും നമ്മൾ സന്തോഷത്തിലായിരിക്കും. ആയിരിക്കുമോ? എങ്കിൽ മാത്രമേ നമുക്ക് ലൈക്ക് കിട്ടുകയുള്ളൂ. ദൈവത്തിൻ്റെ ലൈക്ക് വേണ്ടേ നമുക്ക്? അപ്പം നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന വചനം കേട്ട് നമുക്ക് വേദപാഠത്തിൻ്റെ 1ാമത്തെ പാഠത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്തു നോക്കിയാലോ? പെട്ടെന്നൊന്ന് ഓർത്തു നോക്കാം. ആദിയിൽ ദൈവം ആദ്യം എന്താ സൃഷ്ടിച്ചത്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. പിന്നെ നമ്മളെ എങ്ങനെ സൃഷ്ടിച്ചേ? ഭൂമിയിലെ മണ്ണുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾക്ക് ആരുടെ ശ്വാസമാണ് നൽകിയത്? അങ്ങനെ നമ്മൾക്ക് ജീവൻ കിട്ടി. ദൈവത്തിൻ്റെ ശ്വാസം. മിടുക്കര് എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. നല്ല കുഞ്ഞു മക്കളാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തിനാണ് ദൈവം ഈ ജീവൻ നൽകിയത് എന്നൊന്ന് നോക്കിയാലോ? 10ാമത്തെ പേജ് എടുത്തോ? അതിൽ നമുക്ക് പറയുന്നൊരു കാര്യമാണ്, ദൈവമാണ് നമുക്ക് ജീവൻ നൽകിയത്. കണ്ടോ എല്ലാവരും? ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്തിനാ ദൈവം നമുക്ക് ജീവൻ നൽകിയത്? പാട്ടുപാടാൻ. മിടുക്കര്. പിന്നെ ഭക്ഷണം കഴിക്കാൻ. കൊള്ളാം. കളിക്കാൻ. അപ്പം നിങ്ങൾക്ക് ഒത്തിരിയേറെ ഉത്തരങ്ങളുണ്ട്. നമ്മൾക്ക് ജീവൻ നൽകിയത് ആരാണ്? ദൈവം. ദൈവത്തിന് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ജീവൻ നൽകിയത്. നമുക്കൊന്ന് നോക്കാം. ലോകത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും അങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരുവാനുമാണ് ദൈവം നമുക്ക് ജീവൻ നൽകിയത്. കൂട്ടുകാർക്ക് മനസ്സിലായോ? 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പരസ്പരം സ്നേഹിക്കുവാനും ലോകത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കുവാനും അങ്ങനെ സ്വർഗം പ്രാപിക്കാനുമാണ്. നമ്മുടെ ജീവിതയാത്രയുടെ ലക്ഷ്യം എന്താണ്? സ്വർഗത്തിൽ എത്തിച്ചേരണം. അപ്പോൾ സ്വർഗത്തിൽ എത്തിച്ചേരണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം. പരസ്പരം സ്നേഹിക്കണം, ലോകത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കണം. ഇങ്ങനെ ജീവിച്ചാൽ നമ്മൾ എവിടെ എത്തിച്ചേരും? സ്വർഗത്തിൽ എത്തിച്ചേരും. കിട്ടിയോ എങ്ങനെ ജീവിക്കേണ്ടതെന്ന്? അപ്പോൾ നമുക്ക് ഇനി മുതൽ അങ്ങനെ ജീവിക്കാം. 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യം ദൈവം സൃഷ്ടിച്ചത് ഒരു മനുഷ്യനെ ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ആ മനുഷ്യനൊരു പേരുണ്ടായിരുന്നു. മിടുക്കര്. ഡിയോൺ പറയുന്നുണ്ട്, ഉറക്കെ പറഞ്ഞേ. ആദം. ആദത്തെയാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്. പിന്നീട് സ്ത്രീയായ ഹവ്വായെ സൃഷ്ടിച്ചു. ഈ ആദവും ഹവ്വയും ഭയങ്കര സന്തോഷത്തോടെ സ്നേഹത്തോടെ ഏദേൻ തോട്ടത്തിൽ ഇങ്ങനെ ദൈവത്തോടൊപ്പം ജീവിച്ച് പോരുന്നു. ആരുള്ളത് കൊണ്ട് അവർക്ക് ഇത്ര സന്തോഷം? ദൈവം അവരുടെ കൂടെ എല്ലാറ്റിനുമുണ്ട്. അവരെങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും ദൈവമുണ്ട്. അപ്പോൾ അവർ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപ് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തോട് ആലോചിക്കും. അപ്പോൾ ദൈവത്തിന് സന്തോഷം. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ഏദേൻ തോട്ടത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു.
ആദത്തിനോട് ദൈവം പറഞ്ഞു, ആദം, ഈ കാണുന്ന ഏദേൻ തോട്ടം നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആദം പറഞ്ഞു, എൻ്റെ കർത്താവേ, എന്തു മനോഹരമായ സ്ഥലമാണിത്! എന്തുമാത്രം പഴങ്ങൾ, എത്ര സ്നേഹമുള്ള ജീവജാലങ്ങൾ! ഇവയെല്ലാം കണ്ടിട്ട് എനിക്ക് കൗതുകമാ. എനിക്ക് ഇവിടം വിട്ട് എങ്ങും പോകണ്ട. അപ്പം കർത്താവായി ദൈവം പറയുവാണേ, ആദം, നീ ഇവയ്ക്കെല്ലാം ഓരോ പേരിട്ടോളാൻ പറഞ്ഞു. അതിനെന്താ, ഞാൻ ഇവയ്ക്കെല്ലാം പേരിട്ടോളാം. അങ്ങനെ ആദത്തിന് ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. എല്ലാ മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും പേരിടാൻ പറഞ്ഞു. ആദം നോക്കിയപ്പോൾ 4 തൂണ് പോലുള്ള കാലൊക്കെയായി ഒരു വലിയ മൃഗം, വലിയ നീണ്ട തുമ്പിക്കൈയും. ആരായിരിക്കും? യെസ്, ചില മിടുക്കന്മാർ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ആന. ആദം എന്താ പേരിട്ടത്? ആന. വളരെ ഉയരമുള്ള ഒരു മൃഗം, കഴുത്തൊക്കെ നീണ്ട്. ആരായിരിക്കും? യെസ്, മിടുക്കികൾ ഉറക്കെ പറ. ജിറാഫ്. അങ്ങനെ എല്ലാ മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും ആദം പേരിട്ടു. ആരാണ് പേരിട്ടത്? ആദം. ദൈവത്തോടു കൂടെ കഴിയുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ദൈവമായ കർത്താവിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ ആയിരിക്കണം. എങ്ങനെ ആയിരിക്കും? നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ എല്ലാം, നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലെല്ലാം ദൈവത്തെ നമ്മൾ കൂട്ടുവിളിക്കണം. എന്ത് ചെയ്താലും ദൈവത്തോടൊന്ന് ആലോചിക്കണം. കൂട്ടുകാരനെ പോലെ നമ്മൾ ചോദിക്കണം, നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവം. നമുക്ക് ജീവൻ നൽകിയത് ആരാണ്? ദൈവം. ഈ ജീവജാലങ്ങളെ എല്ലാം നമുക്കായി സൃഷ്ടിച്ചത് ആരാണ്? ദൈവം. ഈ ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട്. എങ്ങനെയാ? നമുക്കൊരു നടത്തി കൊടുത്താലോ? യെസ്, എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാ അല്ലേ? നമുക്ക് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്നൊന്ന് നോക്കിയാലോ? നമ്മുടെ പാഠപുസ്തകത്തിൽ 10ാമത്തെ പേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ആ സന്തോഷമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന ആ സന്തോഷമാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പാവം ദൈവം, ദൈവത്തിൻ്റെ ആഗ്രഹം കണ്ടോ? ദൈവം സൃഷ്ടിച്ച കുഞ്ഞു മക്കളെല്ലാവരും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾക്ക് ഇനി മുതൽ എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം. 3ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. മനുഷ്യൻ്റെ സന്തോഷം എന്താണ്? മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക, ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇനി ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നാൽ നമ്മൾക്ക് 2 ഗുണങ്ങൾ ലഭിക്കും. പാഠപുസ്തകത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ ദൈവിക ജീവൻ നമുക്ക് ലഭിക്കും, ദൈവത്തിൻ്റെ സന്തോഷം നമുക്ക് ലഭിക്കും. അതാണ് ടീച്ചർ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഈ സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവമുണ്ടെങ്കിൽ നമുക്ക് ജീവനുണ്ട്, സന്തോഷമുണ്ട്. എന്താ, എല്ലാവർക്കും ജീവനും സന്തോഷമൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാലോ? ഹല്ലേലൂയ, ഉറക്കെ ഹല്ലേലൂയ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ജീവനുള്ളവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവ ചലിക്കുന്നു, ജനിക്കുന്നു, ഭക്ഷിക്കുന്നു, മരിക്കുന്നു. നമ്മൾ പഠിച്ചു അല്ലേ? ഇനി എന്തിനാണ് ദൈവം നമുക്ക് ജീവൻ നൽകിയത്? സ്നേഹത്തിൽ ജീവിക്കുവാനും ലോകത്തിൽ നന്മകൾ ചെയ്ത് ജീവിച്ച് അങ്ങനെ സ്വർഗം പ്രാപിക്കുവാനുമാണ് നമ്മെ സൃഷ്ടിച്ചത്. 3ാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ സന്തോഷം എന്തിലായിരിക്കും മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം? ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇനി നമ്മൾക്ക് ഇവിടെ ഒരു കടങ്കഥ പൂരിപ്പിക്കാനുണ്ട്, നമുക്കൊന്ന് നോക്കാം. ജീവിയിലുണ്ട്, ജ്വാലയിലില്ല, വയലിലുണ്ട്, വേലിയിലില്ല, തേന്മാവിലുണ്ട്, തൈമാവിലില്ല. അതിനൊരു ക്ലൂ ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 2ാം അധ്യായം 7ാം വാക്യം. കണ്ടുപിടിച്ച് ഉത്തരങ്ങൾ ശരിയാകുന്നവർക്ക് ലൈക്കുണ്ട്. ഇനി
അടുത്ത ആഴ്ചത്തേക്ക് ടീച്ചർ 2 ഹോംവർക്ക് തരുവാണേ. നിങ്ങൾക്ക് ആരുടെ കൂടെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം? എഴുതുമല്ലോ. എല്ലാ കൂട്ടുകാരും എഴുതണം. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന നന്മകൾ ഏതെല്ലാം എന്നുള്ളതും എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. റെഡിയാണോ? ഒന്നാമത്തെ പാഠത്തിൽ നിന്നും നമ്മൾക്ക് കിട്ടിയ ബോധ്യം എന്താണ്? ദൈവമാണ് എനിക്ക് ജീവൻ നൽകിയത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മനോഭാവത്തിലൊരു മാറ്റം, നമ്മുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാകണം. എന്തായിരിക്കണം? എപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവനായിരിക്കണം. നമ്മളെപ്പോഴും നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നന്ദിയുള്ളവനായിരിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ ബോധ്യവും നമുക്ക് കിട്ടി, മനോഭാവവും നമ്മൾക്ക് കിട്ടി. നമ്മൾക്കുണ്ടാവേണ്ട ഒരു ശീലം കൊണ്ട് ടീച്ചർ പറയാം. എന്തായിരിക്കും? നമ്മൾ പഠിച്ച വചനവുമായി ബന്ധപ്പെട്ടതാ. എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്യണം. നമ്മൾക്ക് ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് കിട്ടേണ്ട 2 ശീലങ്ങൾ: 1 നന്ദിയുള്ളവരായിരിക്കണം, 2 സന്തോഷമുള്ളവരായിരിക്കണം. ദൈവത്തോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമെല്ലാം നമ്മൾക്ക് നന്ദിയും സന്തോഷവും സ്നേഹവും ഉണ്ടായിരിക്കണം. അവ പ്രകടിപ്പിക്കുകയും ചെയ്യണം. നമുക്ക് ഒന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവത്തെ നമുക്ക് വിളിക്കാം. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന് നന്ദി പറയാം. കുഞ്ഞു കരങ്ങൾ കൂപ്പിക്കേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ മുൻപിൽ കുഞ്ഞു മക്കളിതാ വന്ന് നിൽക്കുന്നു. അങ്ങ് നൽകിയ ജീവനും സന്തോഷവും എന്നും കൈമുതലായി സൂക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ അങ്ങയുടെ മക്കളായ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. ആമേൻ. നമ്മൾക്കൊരു ചെറിയ പാട്ട് പഠിച്ചാലോ? ചെറിയൊരു ആക്ഷൻ സോങ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ആക്ഷൻ സോങ് ആണേ. പെട്ടെന്ന്. സന്തോഷം സന്തോഷം കുഞ്ഞുമക്കളെ, സന്തോഷം സന്തോഷം കുഞ്ഞുമക്കളെ, സന്തോഷം സന്തോഷം കുഞ്ഞുമക്കളെ, ദൈവത്തിൻ സന്തോഷം കുഞ്ഞുമക്കളെ, ദൈവത്തിന് നന്ദി ചൊല്ലു കുഞ്ഞുമക്കളെ, ദൈവത്തിന് നന്ദി ചൊല്ലു കുഞ്ഞുമക്കളെ, സന്തോഷം സന്തോഷം കുഞ്ഞുമക്കളെ, എപ്പോഴും സന്തോഷം കുഞ്ഞുമക്കളെ, ദൈവത്തിന് നന്ദി ചൊല്ലും സന്തോഷമിത്, ദൈവത്തോടൊപ്പമുള്ള സന്തോഷമിത്. ഉറക്കെ പാടിയാലോ? ഒറ്റ തവണയോടെ പാടാം. സന്തോഷം സന്തോഷം കുഞ്ഞുമക്കളെ, എപ്പോഴും സന്തോഷം കുഞ്ഞുമക്കളെ, ദൈവത്തോടൊപ്പമുള്ള സന്തോഷമിത്, ദൈവത്തിന് നന്ദി ചൊല്ലും സന്തോഷമിത്. സന്തോഷം സന്തോഷം കുഞ്ഞുമക്കളെ, എപ്പോഴും സന്തോഷം കുഞ്ഞുമക്കളെ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. നമ്മൾ പഠിച്ച പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സന്തോഷത്തോടെ ഇരിക്കാനുള്ള പാട്ടാണ്. അതോടൊപ്പം ഈ ആഴ്ച നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു കൊച്ചു പ്രവർത്തനം ടീച്ചർ തരാം. ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു ആൽബം നിർമ്മിക്കണം. ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചു എന്ന് നമ്മൾ 1-ാം പാഠത്തിൽ പഠിച്ചില്ലേ? അതെല്ലാം ചേർത്ത് വെച്ച് 6 പേജ് വരുന്ന ഒരു കൊച്ചു ആൽബം നിർമ്മിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്വർഗീയ അപ്പച്ചന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ആൽബം നിർമ്മിക്കുവാൻ. എന്താ കൂട്ടുകാർ നിർമ്മിച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്ത് ലൈക്ക് മേടിക്കണം. ചെയ്യുമല്ലോ? ഓക്കെ, നമുക്ക് ഒന്നിച്ച് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.